ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈ സെറ്റാണ്. ഡൈ സെറ്റ് എന്ന് വെച്ചാൽ വൈൻഡിങ്, മോട്ടറൊക്കെ വൈൻഡിങ് ചെയ്യുമ്പോൾ നമുക്ക് 4-5 കോയിൽ ഇതിന് ചുറ്റി എടുത്തിട്ട് വേണം അതിനകത്തോട്ട് ഇടാൻ. അപ്പോൾ വെൽഡിംഗ് ഒക്കെ അറിയാമെന്നുള്ളവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ ഡയമെൻഷൻസ് കുറച്ച് അത്യാവശ്യമായിട്ട് എടുക്കണം. ഇതൊക്കെ ഷീറ്റൊക്കെ വളച്ച് 0 കോസ്റ്റിൽ ഉണ്ടാക്കിയതാണ്. ഒരു പൈസ ഒന്നും ചിലവായതേ ഇല്ല ഇതിന്. പിന്നെ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കനത്തിൽ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ വേണമെങ്കിൽ ഇതുപോലെ ബേസ് ബോർഡിനെ ചുറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് ആക്കാൻ പറ്റും. അപ്പം ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളല്ല. ഇത് പഴയ സാധനങ്ങളാണ്. ഇവിടെ കിടന്ന പൈപ്പും മെറ്റലും ഒക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് ബോൾട്ടാണ് ഇടാനുള്ളത്. സെൽഫ് ബോൾട്ടിന് ഉള്ള ഹോളുകൾ എങ്ങനെ വേണോ അഡ്ജസ്റ്റ് ചെയ്യാൻ, ഏത് പൈപ്പിന്റെ വേണോ നീളം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. അതിനകത്ത് കറക്റ്റ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ കേബിൾ, നമ്മുടെ വൈൻഡിങ്ങിന്റെ ആ ഒരു കേബിൾ ഉണ്ടല്ലോ, കോപ്പർ, അതിന്റെ ഓരോ ഇടത് വശവും റൈറ്റും ലെഫ്റ്റും സൈഡ് കറക്റ്റ് ആയിട്ട് വേണം ഇതിനകത്ത് വെക്കാനുള്ളത്. അത് കുറച്ചു നേരം നോക്കി മനസ്സിലാക്കിയാൽ പറ്റണതേ ഉള്ളൂ. എങ്ങനെയാണോ അതിനകത്ത് ഇരിക്കുമ്പോൾ കോയില് കോറിനകത്ത് ഇരിക്കുമ്പോൾ വരണത് അതേ രീതിയിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം അതൊക്കെ കറക്കി നമുക്ക് ചിലപ്പോൾ റൈറ്റിലോട്ടായിരിക്കും ഇല്ലെങ്കിൽ ലെഫ്റ്റിലായിരിക്കും, ക്ലോക്ക് വൈസോ ആന്റി ക്ലോക്ക് വൈസിലോ കറക്കി നമുക്ക് കോയിലെടുത്ത് ചുറ്റിയാൽ മതി. അങ്ങനെ ഉണ്ടാക്കിയ മോട്ടറാണ്. ഇത് അടിച്ചു പോയതായിരുന്നു. ഇങ്ങനെ ഇടിമിന്നലിൽ അടിച്ചു പോയി. അങ്ങനെ ശരിയാവുമെന്ന് വിചാരിച്ചതേ അല്ല. പക്ഷേ ഇപ്പോൾ ഒരു സാറിൻ്റെ ഹെൽപ്പോട് കൂടി ശരിയായ ഒരു മോട്ടറാണ്. ഇപ്പം ന്യൂട്രൊന്നും കൊടുത്തില്ലായിരുന്നു. അങ്ങനെ എന്തോ ഒരു പ്രശ്നം 3-ലും ഫേസ് വന്ന കാര്യം എന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ട് ഇവിടെ കിടക്കുകയാണ് ന്യൂട്രല്. അപ്പോൾ ന്യൂട്രലും കൂടെ കണക്ട് ചെയ്തപ്പോൾ ഓണാക്കി കാണിച്ചു തരാം. വളരെ സ്മൂത്തായിട്ട് നമ്മുടെ മോട്ടർ കറങ്ങണം. കുറച്ച് നമ്മൾ ഇതിനെക്കാളും ചിന്തിച്ചതിൻ്റെ അകത്ത് കോയിലുകളുടെ എണ്ണമൊക്കെ ഉണ്ട്. അത് എത്രയാന്ന് പൊളിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. അതേ അളവിനുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ചുറ്റി ഇതുപോലത്തെ ഒരു സംഭവത്തിൽ ചുറ്റി കറക്റ്റ് ഇട്ടാൽ മതി. വളരെ കുറച്ചായിട്ട് ഒരു 600 രൂപ ചിലവായുള്ളൂ. കടയിൽ കൊടുത്തപ്പോൾ 3000 സംതിങ് ഒക്കെയാണ് പറഞ്ഞത് കോയിൽ ചെയ്യാനുള്ള റേറ്റ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചുമ്മാ നിൽക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം നിങ്ങൾ പഠിച്ചിട്ടൊക്കെ ഉള്ള ആൾക്കാർ, അത്യാവശ്യം കുറച്ച് ടെക്നിക്കൽ മൈൻഡ് സെറ്റൊക്കെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലും ആവശ്യമില്ല, കമ്പി ആണി അടിച്ചൊക്കെ ചെയ്യാൻ പറ്റും. കോയിൽ കറക്റ്റ് ആയിരുന്നാൽ മതി. ഒന്ന് ചെയ്തൊക്കെ നോക്കിയാൽ രസമായിരിക്കും. നമ്മൾ ഓരോ സ്കില്ലുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്താൽ.